പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സരിതയ്ക്ക് ചെറുതായിട്ട് പനിയും നീരുവീഴ്ചയുണ്ട്. അത് കാരണം വലിയ ആവേശം കൂടി ഉണ്ടാവില്ലെന്ന്. അല്ല ചേട്ടനെ കുറിച്ചിട്ടൊരു കുഞ്ഞ് ഓർമ്മ ഞാൻ പറഞ്ഞ ആ വീഡിയോ ആയിരുന്നു. അത് എല്ലാവർക്കും കണ്ണു നിറഞ്ഞു അത് കണ്ടിട്ട്. അത് കണ്ടിട്ട് കണ്ണു നിറയാത്തവരില്ല അല്ലേ? ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് എല്ലാവരെയും കുറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കുഞ്ഞു 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 ഓർമ്മകൾ, കുഞ്ഞു കാര്യങ്ങളായാലും ചില സമയങ്ങളിൽ നമ്മൾക്കത്, ഞാൻ പറയില്ല, അത് മനസ്സിൽ തട്ടും. പിന്നെ അത് പോവില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും അതിങ്ങനെ മനസ്സിൽ കിടക്കണ്ടാവും. അല്ല, അങ്ങനത്തെ മനസ്സിൽ കിടക്കണം. അപ്പം അങ്ങനെ എനിക്ക് എല്ലാവരെയും കുറിച്ചുണ്ട്. അതൊക്കെ ഇനി ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും കരയിപ്പിക്കാം. ശരത് CB ബാബു: ചില മനുഷ്യർ അങ്ങനെയാണ്. ഉപാധികളില്ലാതെ അവർ മറ്റുള്ളവരെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. ആ സ്നേഹം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവരിൽ ഒരാളാണ് നമ്മുടെ അനിലൻ ചേട്ടൻ. സ്നേഹത്തിൽ പൊതിഞ്ഞ അവരുടെ സാമീപ്യം തന്നെയാണ് ഏറ്റവും വലുത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനോട് എന്തെന്നില്ലാത്തൊരു അടുപ്പവും സ്നേഹവും തോന്നുന്നു. ഒരു ചേട്ടൻ്റെ സ്നേഹവും ഒരു അച്ഛൻ്റെ കരുതലും നിങ്ങൾക്ക് അനിലൻ ചേട്ടൻ്റെ പക്കൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ, ഹേ മനുഷ്യരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരുപാട് സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ശരത്. ഇങ്ങനെ നിരവധി കമന്റുകളുണ്ട് ഇങ്ങനത്തെ കേട്ടാ. അസ്ലാം ചെമ്പങ്കുഞ്ഞേട്ടാ: അതിരാവിലെ തെങ്ങിൻ്റെ ഇടയിലൂടെ സൂര്യൻ പതുക്കെ തലപ്പൊക്കി പറമ്പിൽ വെളിച്ചം വീശി തുടങ്ങിയപ്പോൾ മുള്ളഞ്ചീരയും ഇഞ്ചിയും കറ്റാർവാഴയും ചേമ്പും മുളകും എല്ലാവരും ഒരു ചെറു കോട്ടുവായിട്ട് ഉറക്കത്തോടെ വിട പറഞ്ഞ് പതുക്കെ കണ്ണു തുറന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു ഭയം നിഴലിച്ചു നിൽപ്പുണ്ട്. മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ വേരുമാന്തി അജു ഇന്ന് ആരെ മാന്തും 2 വട്ടം എഴുതിയാലും 3 വട്ടം പറയണം. ഓക്കെ, വേര് കാല് തന്നെയാണ്, പക്ഷെ ഓടാൻ പറ്റില്ല. ഞങ്ങളും ഒരു ജീവനല്ലേ അജുവേട്ടാ, പറ്റുമെങ്കിൽ ഞങ്ങളൊന്നും മാന്താതിരുന്നൂടെ? ഈ എപ്പിസോഡിൽ രക്ഷപ്പെട്ടാലും ഞങ്ങൾക്കറിയാം JCB മനസ്സുള്ള അജുവേട്ടൻ ഞങ്ങളെ ഒരു ദിവസം പറിച്ചെറിയുമെന്ന്. ഏറെ സങ്കടത്തോടെ പ്രസിഡന്റ് മുള്ളഞ്ചേരിയും സെക്രട്ടറി ചെമ്പൻകുഞ്ഞും ഒപ്പ്. നമുക്ക് അങ്ങനത്തെ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇല്ല, അങ്ങനത്തെ മനസ്സുകളൊന്നും ഇല്ല ചേട്ടാ. നമുക്ക് അത് അവിടെ കുറച്ച് എപ്പിസോഡായിട്ട് അങ്ങനത്തെ കൃഷി ഇല്ലല്ലോ. കഴിഞ്ഞ എപ്പിസോഡ് ഷോപ്പിങ്ങും മറ്റേ ബ്യൂട്ടി പാർലർ പോക്കും അല്ല ചേട്ടൻ്റെ ജ്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് ആ കഴിഞ്ഞ ആഴ്ച പോയി. ഇപ്പൊ കുറച്ച് നാളായി. പിന്നെ മഴയായിരുന്ന കാരണം ഇപ്പം ചെറുതോട്ടത്തിൽ ജഡ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ആനി: വാട്ട് എ ബ്ലെസ്സിങ് ടു ഹാവ് സച്ച് എ ലവിങ് ബ്രദർ. താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് സ്റ്റോറി. ഐസ് ആർ ഫുൾ ഓഫ് ടിയേഴ്സ്. ഗുഡ് വീഡിയോ. ഓൾ ദ ഫാമിലി സിറ്റിംഗ് ടുഗെദർ സോ ഫ്രീലി, ഗിവിങ്, നെവർ ആസ്കിങ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. This type of love is very rare. Many blessings for all. Have a blessed day. Thank you. അടുത്തത് സന്ധ്യ ബിജു: യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലെ വലിയേട്ടൻ അനിലചേട്ടനാണ്. എല്ലാവരോടുള്ള സ്നേഹം കെയറിങ്ങും കാണുമ്പോൾ ബഹുമാനം തോന്നുന്നു. എല്ലാം ഉണ്ടെങ്കിലും ചിലർ സ്വാർത്ഥരാണ്. അവർക്ക് സ്വന്തം കാര്യം മാത്രം. നിങ്ങൾ 3 പേരുമല്ല, നല്ല ഐക്യമാണ്. സജീവ് ക്യാമറയിൽ വരില്ലേ? രാഗിയെ കൂടി വിളിക്കണം. സജീവിന് ഓരോരുത്തർ നല്ല ഇഷ്ടമായിരുന്നു അല്ലേ? നമ്മളപ്പം ജ്യൂസ് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് ഈ ക്യാമറയുടെ മുന്നിലായിരുന്നു തീരെ ഇഷ്ടമല്ല. ഇവിടുത്തെ പിള്ളേരെ പോലെ പിള്ളേരെ കൂട്ടത്തിൽ പെട്ടു. അവരെ പിള്ളേരായിട്ടാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ. ജിത്ത്, സച്ചിൻ, സഞ്ജു, അമലു, ഉണ്ണിക്കുട്ടൻ, ആര്യൻ, അങ്ങനെയുള്ള ജഗ്ഗു, അതിൽ അവരുടെ കൂടെയാണ് കൂട്ട്. അപ്പോൾ അവർക്ക് ജഗ്ഗുവിന് പിന്നെ നമ്മളൊപ്പം നിന്ന് ക്യാമറ പ്രശ്നമല്ല. പക്ഷെ ബാക്കിയുള്ള പിള്ളേർക്ക് വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചമ്മലും നാണക്കേട. അപ്പോൾ ആൾ ഓടും, ക്യാമറ ഉണ്ട് കഴിഞ്ഞാൽ ഓടും സജീവൻ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുഡ് കഴിക്കാനും എല്ലാത്തിനും നമ്മുടെ കയ്യിൽ കൂടാനും ഒന്നും പ്രശ്നമല്ല. പക്ഷേ ക്യാമറ ഓഫായി കഴിഞ്ഞാലേ വരുള്ളൂ എന്ന് മാത്രം. രാഗിയെ കൂടി വിളിക്കണം. ചെറിയേട്ടൻ്റെ ഭാര്യ കാണാൻ സുന്ദരിയാണ്. ഒരു സംശയം, ഈ ചെറിയേട്ടൻ പറയുന്നത് വല്ലതും ആ ചേച്ചി കേൾക്കുമോ? സൗണ്ട് ഇല്ലല്ലോ. ആദ്യം ഉണ്ടാക്കിയ ജ്യൂസ് ഞാനും ഉണ്ടാക്കും, ജിമ്മിൽ പോകുന്ന മോന് കൊടുക്കാൻ. ബദാം, കപ്പലണ്ടി, ഈന്തപ്പഴം, പീനട്ട് ബട്ടർ, ഓട്സ്, പഴം, ഇത്രയും. പ്രീമിയം ജ്യൂസ് ആണല്ലോ, കണ്ടിട്ട് കൊതി വിടാം. ശരി, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണം കഴിക്കണ്ട. ഇതൊക്കെ കുടിച്ചാൽ വയറ് നിറയും. 2 ജ്യൂസും വേണമെന്ന് തോന്നി. വീണ്ടും പറയുന്നു കരിക്ക് വേണമെന്ന്. ആ കോഴിക്ക് ആഹാരം കൊടുക്കുന്ന പോലെ ചെല്ലുന്നവരെ വയർ ഫില്ലാക്കിയേ വിടുകയുള്ളൂ. അതന്നെ, കോഴികൾക്ക് ആ പാത്രം കാലിയാവാനല്ലേ ചേട്ടൻ സമ്മതിക്കില്ല, ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അജീഷ് VC: നമസ്കാരം. ഇനി എന്തെങ്കിലും വരുമ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ അനിലൻ ചേട്ടനെയും കൂടിയും കാണണം. എത്ര തിരക്കുണ്ടെങ്കിലും ആന വന്നാൽ പോകാൻ വഴി കാണും. സരിതേച്ചി ധൈര്യമായിട്ട് ദോശ കഴിക്കുക.
ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് എൻ്റെ കാര്യമാണ് പറയണത്. അജീഷ് 2 വട്ടം വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പം ഇനി വരുമ്പോൾ എല്ലാം ചേട്ടനെ കാണണം എന്നാണ് പറയണം. അടുത്തത് ഷീലാച്ചു. അജുവിൻ്റെ 2 കണ്ണ് നിറഞ്ഞതിൽ എന്താ അത്ഭുതം സരിതയുടെ ഈ കഥ കേട്ടാൽ നീണാൽ വാഴട്ടെ. അശോക് വേൾഡ്. അനിലേട്ടൻ ചേട്ടൻ ഏത് വേഷത്തിലും ഞങ്ങളുടെ മുന്നിൽ നിന്നോളൂ, എന്തും പറഞ്ഞോളൂ, ഞങ്ങൾക്കൊരു സന്തോഷമേ ഉള്ളൂ. ഒരു വലിയേട്ടൻ എന്ന നിലയിൽ അത്രയ്ക്ക് ഞങ്ങളും പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നു വലിയേട്ടനെ. വലിയേട്ടല്ലാട്ടാ 3ാമത്തെ ചേട്ടനാണ്. വലിയേട്ടൻ കഴിഞ്ഞ് പിന്നെയാണ് ചെറിയേട്ടൻ, 2ാമത്തെ ആളാണ് ചെറിയേട്ടൻ, അത് കഴിഞ്ഞിട്ടാണ് അല്ലേ. റോഷ്നി. സരിത അല്ല ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു പോയി. അപ്പോഴാണ് അജു കണ്ണു തുടയ്ക്കുന്നത് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ കമൻ്റ് ഇടുന്നത്. നിങ്ങളുടെ വീഡിയോസ് എന്നും കാണാറുണ്ട്. രാവിലെ എല്ലാവരും പോയാൽ ആദ്യം വെക്കുന്നത് നിങ്ങളുടെ ചാനലാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ എപ്പോഴെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ പറയും, ദേ നിൻ്റെ ആൾക്കാർ വന്നു എന്ന്. നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ വീട് എറണാകുളമാണ്. ഇപ്പോൾ ഞാൻ മസ്കറ്റിലാണ് ഉള്ളത്. നിങ്ങളുടെ കൃഷിയിടം കാണാൻ വളരെ ഇഷ്ടമാണ്. കുക്കിങ്ങും. സരിതയുടെയും അജു ഏട്ടൻ്റെയും ബാക്കി എന്തെടുക്കാഞ്ഞ് എടുത്തില്ലേ? ആ സമയത്തേ നെറ്റ് പോയി, ഞാൻ വേറെ സ്ഥലത്തായിരിക്കുമ്പോൾ അതാണ് എടുത്തത്. അയ്യോ, ബാക്കിയുള്ളത് അറിയില്ല. അപ്പോൾ കുഴപ്പമില്ല, അവിടെ വരെ വായിച്ചല്ലോ. അതുപോലെ നഷ്ടം അങ്ങനെ എന്തോ മനസ്സിലാവണില്ല ബാക്കി എഴുതിയേക്കണത്. അപ്പം ഇത്രയും വായിച്ചിട്ടുള്ളൂട്ടാ. രോഷിണി ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്ത് മണികണ്ഠൻ നായർ. ആൾക്കാർ പറയുന്നു നിതിന് ഒന്നും ഇവർ കൊടുക്കുന്നില്ലെന്ന്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ അത് വീഡിയോയിൽ കാണിക്കാത്തതാണെന്ന്. അനിലചേട്ടൻ ഇഷ്ടം ചെറിയേട്ടനും സൂപ്പർ. അവന് ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ക്യാമറയിൽ വരാൻ അവനെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടാ. അടുത്തത് ലൈഫ് ടുഡേ. അനിലേട്ടൻ നട്ട്സ് കഴിച്ചു മടുത്ത അജുവേട്ടൻ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ചിരിയോടെ പറയുന്നു, എനിക്കൊന്നും ചെയ്യാനില്ലേ. കൂടെ എൻ്റെ ഏട്ടൻ്റെ പറച്ചിൽ, നീ നന്നാക്കിയാൽ ചിലപ്പോൾ സാധനം തികയാതെ വരുമെന്ന്. അടുത്തത് KRSNA 2446 അജുവേട്ടൻ്റെ മുഖഭാവം കണ്ട് അറിയാതെ ചിരിച്ചുപോയി. ഇവരൊക്കെ എന്തെങ്കിലും കാട്ടട്ടെ, കുടിക്കാറാവുമ്പോൾ നമുക്ക് പതിയെ ആക്റ്റീവ് ആവാം എന്ന ഭാവം. താടിക്ക് കയ്യും കൊടുത്തുള്ള ആ ഇരിപ്പ് ഗംഗ. അടുത്തത് അംബിക മേനൻ. വാട്ട് Sarah said about Anil's character brought tears to my eyes. May God bless Anil and his family. Seema as well is big hearted as if she won't allow Anil to share, he cannot share the food with his family. Salute brother and sister. തീർച്ചയായിട്ടും അത് ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് മെൻഷൻ ചെയ്യാണ്ട് പോയതാണ് ചേച്ചിയുടെയും കാര്യം. ഈ അനിൽ ചേട്ടന് ഇങ്ങനെ കൊടുക്കാൻ ചേച്ചിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധിക്കില്ല. ഇപ്പോൾ 2-3 ദിവസം മുന്നേ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞേ, വയറൊക്കെ ചാടി തുടങ്ങി, ഞാൻ വണ്ണം കൂടി തുടങ്ങി. അല്ല ചേട്ടാ വണ്ണം കുറയ്ക്കണം, 2 കിലോ എങ്കിലും കുറയ്ക്കണം. വൈകുന്നേരം അല്ല ചേട്ടൻ്റെ മറ്റേ കുറുക്കുണ്ടല്ലോ അത് കഴിച്ച് ശീലാക്കായിരുന്നു. അത് മതി, വൈകുന്നേരം ചോറുണണമൊക്കെ നിർത്താം അങ്ങനെ പറഞ്ഞു കേട്ടാ. അപ്പം അല്ല ചേട്ടൻ പറയണേ, നീ അതെന്തിനുണ്ടാക്കാൻ നിൽക്കണം, നിനക്കുള്ളതും കൂടി ഞാനിവിടെ ഉണ്ടാക്കാം, എല്ലാ ദിവസവും രാത്രി ഇങ്ങോട്ട് പോരെയെന്ന് കുറുക്ക് കഴിക്കാൻ. വേറെ അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഒരു കുഴപ്പം, എനിക്കിപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കായാലും ഇപ്പോൾ നിനക്കും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഒരേ പണി തന്നെ, അതിനൊരു പണിയും കൂടുതലില്ല. അതിൽ കൂടെ ഇത്തിരി കൂടി സാധനങ്ങൾ കൂടുതൽ ഇടുക, രാവിലെ പോകുമ്പോൾ വെള്ളത്തിലിട്ടേക്കണം, പണി കഴിഞ്ഞാൽ വൈകുന്നേരം അത് അടിച്ച് കുറുക്കുണ്ടാക്കുക, ഇത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് പോരെയെന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങനെ. അപ്പോൾ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഭാര്യമാർക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടില്ല, മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കണം കാണുമ്പോൾ ചേച്ചി 2, 3, 10 വട്ടം വഴക്കുണ്ടാക്കി കല്യാണം കഴിഞ്ഞ ഉടനെ. പിന്നെ നമ്മളെന്തൊരു വിചാരിക്കുക, ആണുങ്ങൾ മനസ്സമാധാനം അല്ലേ വലുത് എന്ന് വിചാരിച്ച് അവരിങ്ങനെ ഈ കൊടുക്കണതൊക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യാൻ. എത്രയോ ആളുകളുണ്ടെന്ന് അറിയൂ ഭാര്യമാർക്ക് ഇഷ്ടമില്ലാണ്ട്, അവരുടെ ഭാര്യമാരുടെ പൊസസീവ്നെസ് കൊണ്ട് സ്നേഹം സ്വന്തം അമ്മയോടും പെങ്ങന്മാരോടും ഒന്നും മിണ്ടണത് ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ലേ. അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ചേച്ചിക്ക് അതൊന്നും വിഷയമേ അല്ല. അപ്പോൾ ആ ചേച്ചിയുടെയും കൂടി നല്ല മനസ്സായിട്ട് ഒപ്പം നിൽക്കണതുകൊണ്ടാണ് അല്ല ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത്. ശരിയാണ്. അടുത്തത് USR ഡ്രീം. അജു ചേട്ടൻ ഒരു വിവരക്കേടിൻ്റെ ഉടമയാണ്. മറ്റുള്ളവർക്ക് പങ്ക് കൊടുക്കാതെ സ്വന്തം എങ്ങനെ ഫുള്ളാക്കാം, സ്വന്തം വയറെങ്ങനെ ഫുള്ളാക്കാം എന്ന് ചിന്തിക്കുന്നു. ബോറായി തോന്നി. അതങ്ങനെയൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന സാധനം ഇവർക്ക് ആർക്കും കൈക്ക് അല്ലെങ്കിൽ വായിക്ക് ശരീരത്തിനും എന്താ പറയുക ആരോഗ്യക്കുറവോ ബലക്ഷയക്കുറവോ ഒന്നുമില്ല. എല്ലാവർക്കും എടുത്ത് കഴിക്കാമെന്നുള്ളൂ. ഞാനവിടെ ഇരുന്ന് എടുത്ത് കഴിക്കുന്നത്, എനിക്കിപ്പോൾ ഇവരെല്ലാവരും എടുത്തിട്ട് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് അങ്ങനെ. അതല്ല, അല്ല ചേട്ടൻ്റെ അടുത്ത് അങ്ങനത്തെ സ്വാതന്ത്ര്യം ഉണ്ട്. വേറെ വീടുകളിൽ പോകുമ്പോഴും അങ്ങനത്തേക്ക് ഇരിക്കുന്ന കാണുന്നുണ്ടാവും. ചേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും ഇല്ല അല്ലേ. അല്ല ചേട്ടൻ്റെ അടുത്ത് കഴിക്കാം. അടുത്തത് രമാഷായി. എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യമില്ലല്ലോ. അതെന്താ
വിദേശത്തെങ്ങാനാവൂല്ലേ, ഇവിടെ പുറത്തകലെ എവിടെയല്ലോ കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല നമ്മുടെ അടുത്തേക്ക്. അതോ ഇപ്പം ഇന്നിപ്പോൾ ഒരു ചേച്ചി മദ്രാസ് ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് നമ്മളെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആൾ ഇവിടുന്ന് ചെറുശ്ശേരി നമ്മുടെ ഇവിടുന്ന് വിവാഹം കഴിച്ച് പോയതാണ് പണ്ട് അവിടേക്ക്. പിന്നെ ഇവിടെ അച്ഛനമ്മയൊക്കെ മരിച്ചു പോയി. അപ്പോൾ ആളിപ്പോൾ വിളിക്കുക എനിക്ക് ഇതിൻ്റെ ഇതിൻ്റെ ട്യൂമറിൻ്റെ ഇത് കേട്ടപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ ആൾക്ക് നമ്മളെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇങ്ങോട്ടൊന്നും വരലില്ല എന്ന് പറയാണ്. അങ്ങനെ പല ആളുകളും അങ്ങനെയാണ്. അടുത്ത ദീപാവി, ഞാനാണത് പിന്നെയും ചോദിച്ചത് ആ കഥ പറയാൻ ചോദിക്കണ്ടായിരുന്നു. കരയിപ്പിച്ചല്ലോ സരിതേ. ഈ ദീപ എന്ന് പറഞ്ഞ കുട്ടിയാണ് ചോദിച്ചു തുടങ്ങല്ലേ, ആ കഥ പറയുന്നു. അടുത്ത ഗിരിപ്രസാദ്, ഇന്നത്തെ വീഡിയോ ശരിക്കും അക്ഷരാർത്ഥത്തിൽ വിഷമം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ട എൻ്റെ ഭാര്യ എന്നെ നോക്കിയത് അവളുടെ നിറകണ്ണോട് കൂടിയാണ്. ഇത് പൊതുസമൂഹത്തിനൊരു കണ്ണാടിയാവട്ടെ. കാരണം സ്വത്തിനും പൈസയ്ക്കും വേണ്ടി 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന ഈ കാലഘട്ടത്തിൽ ഇതാണ് സഹോദര സ്നേഹം എന്ന് പറഞ്ഞ സരിത. സ്വന്തം ഭർത്താവ് കാശില്ലാത്ത കാരണം പട്ടിണിയായ അവസ്ഥ. സരിത പറഞ്ഞപ്പോൾ സരിതയുടെ കണ്ണ് നിറയാതെ കരയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അജുവേ, ഇനി ആ കണ്ണ് നിറയരുത്. ഇത് എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. എനിക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു പറയുമ്പോൾ. പക്ഷേ ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അടുത്തത് അല്ല, അങ്ങനെ പല നമുക്ക് ഒരു ടൈമിൽ കണ്ടമാനം ദുരിത സാഹചര്യങ്ങളോടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ നമ്മൾ കേട്ടുമ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ടൊന്നും കാര്യം ആരെങ്കിലും പഴിച്ചാരാ. പിന്നെ അതൊക്കെ ആർക്കും വരാമല്ലോ, നമുക്ക് ഇനിയും വരാം, അത് എപ്പോഴും വരാമല്ലോ ഇതൊക്കെ. അടുത്തത് VG എഡിറ്റ്സ്, ഞാൻ ആദ്യമായി നിങ്ങളുടെ ചാനൽ കാണുന്നത് കൊറോണ ടൈമിലാണ്. എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. റെഗുലർ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സുകളുടെ യൂട്യൂബ് ചാനൽ തപ്പി നോക്കിയായിരുന്നു എൻ്റെ പ്രധാന ഹോബി. അപ്പോഴാണ് സരിതയുടെ മാത്സ് ക്ലാസ് കാണാനിടയായത്. അന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഒട്ടുമിക്ക വീഡിയോസും കാണാറുണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങളുടെ വീഡിയോയിൽ 2 വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഒന്ന് അമ്മ മരിച്ചിരിക്കുമ്പോൾ അജുചേട്ടൻ്റെ വീഡിയോ, അതിൽ അജുചേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ സങ്കടമായി. പിന്നെ ഇന്ന് സരിത അനിലേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എപ്പോഴും നിങ്ങളെ ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആ സ്നേഹം കൂടി. ചെറിയേട്ടൻ താമരശ്ശേരിയിലെ ഫ്രീക്കനാണെങ്കിൽ അനിലേട്ടൻ താമരശ്ശേരിയിലെ വലിയേട്ടനാണ്. 1000 തവണ അനിലേട്ടൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നു. പിന്നെ പറയാതെ വയ്യ, ജ്യൂസ് സൂപ്പർ. എല്ലാവരോടുമായിട്ട് ഒരപേക്ഷ, അജുവേട്ടനെ കളിയാക്കരുത്, പാവം. അജുവേട്ടൻ എന്തിനാണ് നിങ്ങളെല്ലാവരും അതിനെ കളിയാക്കുന്നത്? ആൾക്ക് ഇത്തിരിക്കോളം വിശപ്പിൻ്റെ അസുഖം, വേറെ ഒരു കുഴപ്പമില്ല. കളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ രസമല്ല, നമ്മളൊക്കെ രസമായിട്ട് എടുക്കുകയാണ് കളിയാക്കൽ. അടുത്ത ഷർമിള റെജി, ഇന്ന് അജുവേട്ടൻ ആകെ ഗ്ലൂമി ആയിരുന്നു. പക്ഷേ അവസാനം നെല്ലിക്ക ജ്യൂസ് വന്നപ്പോൾ ആൾ ഓണായി. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാവർക്കും ഉണ്ടാകും ഇതുപോലെ ഓരോ കഥകൾ, കഥയല്ല അനുഭവങ്ങൾ. ഒക്കെ ശരിയായല്ലോ. അടുത്തത്, ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടിനേക്കാളും എനിക്ക് മനസ്സിലാവാത്തത് അതെങ്ങനെയാണല്ലോ ചേട്ടന് മനസ്സിലായേ? ചേട്ടൻ വിശന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്, ഒന്നും വെച്ച് ചേട്ടൻ സാധാരണ കാലത്ത് കഞ്ഞി വെച്ച് കുടിക്കണ ആളാണല്ലോ. എന്നിട്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാ ഞാൻ ആലോചിച്ച്, ഞാൻ അന്ന് എന്തോരം കരഞ്ഞെന്നറിയോ? അന്ന് വീട്ടിലല്ലേ, അന്ന് വീട്ടിൽ ജഗ്ഗുന് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. മിക്ക ദിവസവും എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും കരച്ചിൽ തന്നെയായിരിക്കും. അന്നത്തെ ദിവസം ചേട്ടൻ ഇത് വന്ന് പറഞ്ഞപ്പോൾ അതാലോചിച്ചിട്ടാണ് കരഞ്ഞോടുന്നത്. അടുത്തത് കൃഷ്ണ രംഗോലി, സത്യം പറയാലോ അത് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു. എന്തിനീ കഥകളൊക്കെ ഇപ്പോൾ വിളമ്പിപ്പോയി അവിടെ നിന്ന്. ചിരിക്കുന്ന കഥകളും മതി. ഓക്കെ ഡൺ, ചിരിക്കുന്ന കഥകൾ മതി. അടുത്ത് അനിത സജി, അനില ചേട്ടൻ സൂപ്പർ. അജുവിൻ്റെ കണ്ണു നിറഞ്ഞപ്പോൾ സങ്കടം വന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകട്ടെ. നിങ്ങളെ വലിയ ഇഷ്ടമാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ കാണും. പോസിറ്റീവ് എനർജിയാണ് രാവിലെ തന്നെ. അടുത്തത് രഞ്ജിത്ത് രഞ്ജു, അജുവേട്ടാ ഇനി മുടി വെട്ടാൻ പുള്ളിയുടെ അടുത്ത് പോയാൽ മതി. പുള്ളി അടിപൊളി ഹെയർ സ്റ്റൈൽ ലിസ്റ്റാണ്. നമ്മുടെ ഷിബു ഷാർജ ചേട്ടന് മുടി വെട്ടിയാണ്. അവരെ മേക്കപ്പിലത്തെ വീഡിയോ ആണ് പറയുന്നത്. അന്ന് നിന്ന പോലെ ഇപ്പൊ നിക്കണ മുടി, അത് ഞാൻ തോന്നിയപ്പോ മുടി ഇത്ര ഉയരത്തിലാക്കാൻ പറ്റും. അല്ല ഇങ്ങനെ പൊങ്ങി നിക്കണം. അല്ല ഉയരത്തിലാക്കാൻ പറ്റും, അതൊക്കെ എങ്ങനെ വേണ്ടിലാക്കാൻ പറ്റും. മുടി അത് തന്നെയാണ് ആക്കാത്ത ചേട്ടൻ. അതിപ്പോ ഞാൻ ഇരിപ്പ് ഇങ്ങനെ പതിഞ്ഞു കൊടുക്കാം, എൻ്റെ ചീർപ്പൊന്നും കാര്യമില്ലേ. എന്തേ അടുത്തത് തോമസ് മംഗലം, 3 പേരും ജീൻസ്, അതും കീറി പറഞ്ഞ് നടക്കുന്ന മോഡൽ, ടീഷർട്ടും കൂടി ആക്കിയാൽ വേറെ ലെവലാവും. 3 പേര് പറയുന്നത് ഞാൻ ചെറിയ സീമ ചേച്ചി അല്ലേ. ഇനി ചേച്ചിമാരിട്ടില്ലെങ്കിൽ സരിത ഇടാൻ അനുവദിച്ചോളൂ കേട്ടാ. ജീൻസ് ഇടും, ഞാൻ പറഞ്ഞില്ലേ ജീൻസ് എനിക്കുണ്ട്. പക്ഷേ കീറി പറഞ്ഞൊന്നിടാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഇടാൻ എനിക്ക് ഇതുവരെ ആഗ്രഹമില്ല അങ്ങനത്തെ ഇടാനായിട്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഇടേണ്ട കാര്യമുള്ളൂ.
അജു സരിതയ്ക്ക് കുറച്ച് നാളായിട്ട് എന്തോ ഒരു ന്യൂജൻ ബാധ കയറിയ പോലെയാണ് തോന്നുന്നത്. പിന്നെ ഈ ബാധ ഇത്തിരി കോസ്റ്റ്ലി ആണ് കേട്ടോ അജു, കാശ് പോകുന്ന വഴി അറിയില്ല. അവിടെ മുടി മാറ്റാൻ പോയില്ലേ, അതിന് സരിതയ്ക്ക് 5000 രൂപയും ചേച്ചിക്ക് 7500 രൂപയാണ് റേറ്റ്. ചേച്ചിക്ക് 6000 നിനക്ക് ഓരോരുത്തരും മുടിക്ക് അനുസരിച്ചിട്ടാ. എനിക്ക് ഒന്നാമത്തേൽ കുറച്ച് മുടിയുള്ളൂ, അതിൽ കൂടെ ഇത്ര മുടിയിൽ വരെ ആക്കേണ്ടി വന്നുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങടെ എൻ്റെ കോലമുടി തന്നെയായിരുന്നു, ഇത്ര മുടിയാണ് ചുരുണ്ടത്. അപ്പോൾ അവിടെ മാത്രമേ കെമിക്കലല്ലൊരു സാധനം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ താഴെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ മുടിയാണ്, അതിലൊരിക്കലും ഇത് ചെയ്യരുത്, വീണ്ടും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ മുടി ഭയങ്കര ഡ്രൈ ആവും, മുടി ചിലപ്പോൾ പൊട്ടിപ്പോവും, മുടിക്ക് കേടാത്. അപ്പോൾ അതുകൊണ്ട് അത്ര മുടി വരെയാണ് എനിക്ക് ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് 5000 രൂപ എനിക്ക് വന്നുള്ളൂ, സീമ ചേച്ചിക്ക് 6000, അങ്ങനെ 11,000 രൂപ ഞങ്ങളുടെ അന്ന് വാങ്ങിച്ചത്. പിന്നെ 2-3 കമൻറ്റുകൾ അതിലുണ്ടായിരുന്നു, ഈ പ്രൊമോഷനാണ്, നിങ്ങൾ പ്രൊമോഷൻ ചെയ്ത് കുറയ്ക്കാൻ പറഞ്ഞത്. പ്രൊമോഷൻ അല്ലത്, കാശ് കൊടുത്തിട്ടാണ്, അത്രയും കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടില്ല, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മൾ വീഡിയോ എടുത്തു എന്ന് മാത്രം. ആയിക്കോട്ടെ റസീനയ്ക്ക്. അത് മാത്രല്ലല്ലോ, ഇവര് പെട്ടെന്ന് അങ്ങോട്ട് ഈ മാറ്റം കാണുമ്പോ ആള് നിങ്ങളിത് എവിടെ പോയി മാറി എന്ന് പറയില്ലേ ഇവര് മോന്തെ കാണുമ്പോ. മോന്തെന്ന് പറഞ്ഞ മുടി എനിക്ക് അത്രയ്ക്കധികം SBM പോയിട്ടുള്ള അലർജി വീഡിയോ ഉള്ള കമന്റ്സ് മൊത്തം അതായിരുന്നു, മുടി ഇങ്ങനെ ഉയർത്തി കെട്ടി വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നോട് രാഗിയും പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട്, ചേച്ചി എന്നിട്ട് ഈ വീട്ടിൽ മുടി കയറ്റി വെച്ച് നടക്കണ പോലെ പുറത്ത് പോകുമ്പോഴും കെട്ടണേ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് ഇങ്ങനെ അഴിച്ചിട്ട് നടക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത എന്തുകൊണ്ടാണെങ്കിൽ ഈ മുടി പകുതിയായിട്ട് നിൽക്കണ കാരണം, ഇങ്ങനെ ചുരുണ്ടിട്ട് ഇങ്ങനെ നിൽക്കണ കാരണം. അപ്പം അത് മാറ്റാൻ പോയി. ഇന്ദിര വേലായുധൻ സൂപ്പറായല്ലോ, താമരശ്ശേരി 3 മരുമക്കളും സൂപ്പറായി. സരിതയാണ് കഥാപാത്രം. സരിത എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നല്ല കുട്ടിയാണ് സരിത. അതായത് നീയാണ് നയിക്കുന്നതെന്ന്, ഈ ഇവിടുത്തെ പെണ്ണുങ്ങളെ മോഡേൺ ആക്കണതിൻ്റെ കാരണം നീയാണെന്ന്. എന്നെ സീമ ചേച്ചിയോട് വിളിച്ചോണ്ടോ, എത്ര നാളായി എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടല്ല, അല്ലാത്തപ്പോൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് തന്നെ. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ കൂടി കഴിഞ്ഞാലില്ലേ വർത്താനം എവിടേക്ക് കേൾക്കുന്നറിയോ, ഓളിറ്റി ചിരിയും, ചെറിയ ചിരി. സീമ ചേച്ചിയുടെ സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കാറുണ്ട് അവരവിടെ നിന്ന് വർത്താനം പറയുമ്പോൾ. പക്ഷെ ക്യാമറ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സൈലൻ്റ് ആവും. നമുക്ക് പിന്നെ ഒരു ശീലമായല്ലോ ക്യാമറ ഓണാക്കി ഇങ്ങനെ. എത്ര കൊല്ലമായി നമ്മൾ? 7 കൊല്ലം പറയില്ലേ ഈ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനൊന്ന് ആക്റ്റീവാവും, ഇവരെ ഞാനും മിണ്ടാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, ഇവരോ മിണ്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നിർത്തണമെന്ന് മാത്രം. പിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ, ഇവരൊക്കെ കൊണ്ടുപോകാനായിട്ട്. അവർക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് താല്പര്യമില്ല, പോയി ശീലമില്ല. ഇവിടെ ആരും പോയിട്ടില്ല, ആരും പുറത്തേക്ക് പോയിട്ടില്ല. ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് നമ്മുടെ ലോകം. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങില്ല, എന്തെങ്കിലും പോണേന് സ്വന്തം ഭർത്താക്കന്മാരെ കൂടെ പോയി വന്നു, അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ബ്യൂട്ടി പാർലർ പോവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കൊണ്ടുപോകാൻ തീരെ ഇഷ്ടമില്ല. ആരെ കൂടെ വേണേൽ പൊക്കോ, ഒരു കുഴപ്പമില്ല, പോണേനൊന്നും ആർക്കും തടസ്സമില്ല. പക്ഷെ കൊണ്ടുപോകാനായിട്ട് ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കൂടെ തരാനായിട്ട്. ഇനി പോകണം, ഇനി മുടി സ്പാ ചെയ്യാനായിട്ട് അടുത്ത മാസം ആദ്യം പോകണം, ജനുവരി ആദ്യം. അപ്പോൾ രാഗി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ മുടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് റസീനോട് ചോദിക്കാനായിട്ടേ. അവളുടെ മുടി നല്ല ചുരുള മുടിയാണ്, നല്ല രസമുള്ള മുടിയാണ് അവളുടെ. അപ്പം അതിനിങ്ങനെ ചെയ്യാനൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, നമ്മുടെ മുഖത്തിന് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അടുത്ത് ടോമെൽദോ, സരിതേ നിങ്ങൾ സുന്ദരികളാവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ അജുവിനെ പട്ടിണിക്കിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സത്യത്തിൽ അനിൽ ചേട്ടൻ മാത്രമേ അജുവിനോട് സ്നേഹമുള്ളൂ. അന്ന് അജു വിശന്നിരിക്കുന്നത് മനസ്സുകൊണ്ടറിഞ്ഞ് അനിൽ ചേട്ടൻ ഭക്ഷണം കൊണ്ട് കൊടുത്തു. ഇന്ന് ആ മനസ്സറിയാൻ കൂടെ പോന്ന സരിതയ്ക്ക് പറ്റിയില്ലല്ലോ. കുറച്ച് ചോറും മീൻകറിയും ഒരു ടിഫിൻ ബോക്സിൽ കൊണ്ടുവരാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു 2 ഏത്തപ്പഴമെങ്കിലും. 4 പേരുടെ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ കല്യാണം ആകുമ്പോഴേക്കും പോവില്ലേ? ട്രയൽ റൺ ആവില്ലേ? അല്ല, ട്രയലല്ല, ഇത് പെർമനൻ്റാ ചെയ്തേക്കണം. കല്യാണം ആകുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായി വരും. പെട്ടെന്ന് ആ സമയത്ത് ചെയ്യുമ്പോഴേ മുടി ഇങ്ങനെ ഒട്ടിക്കെടുക്കല്ല, അപ്പം നെറ്റി കുറേ ഉള്ള പോലെ തോന്നും. സീമ ചേച്ചിക്ക് ആയാലും അങ്ങനെയാണ്. പക്ഷെ കല്യാണത്തിന് 1 മാസമല്ലേ, അപ്പോഴത്തേക്കും മുടി ഇവിടെ നെറ്റി വലുതായി കഴിഞ്ഞാൽ അത്രയ്ക്ക് മുഖത്തിന് കുഴപ്പമുണ്ടാവില്ല. അത് നിർത്ത്, ഫുഡിന്റെ കാര്യം പറയേ, അതിന് പറഞ്ഞതിനും മറുപടി പറയേ. 4 മണിക്കാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ നോക്കിയത് അല്ലേ? 3 മണി കൂടെ ആയപ്പോൾ കാപ്പിയും പരിപ്പുവടയും പഴംപൊരിയൊക്കെ റസീന കൊണ്ടുവന്നു 3 മണിക്ക്.
എനിക്ക് മനസ്സിലായില്ലേ? തൊട്ട് താഴെ ഒരു ചിക്കൻ്റെ ഇതുണ്ട്, ഞാൻ പോയില്ല കഴിക്കാൻ. കഴിക്കായിരുന്നു. വാങ്ങിച്ചോണ്ടിരുന്നു, വിളിച്ചു പറഞ്ഞെങ്കിൽ അവരിങ്ങോട്ട് കൊണ്ടുവന്നേനെ, ഞങ്ങൾക്കും കഴിക്കായിരുന്നു. സാരില്ല, ചേട്ടാ കാശ് ചെലവാവില്ല ചേട്ടാ, ചേട്ടൻ ഒറ്റയ്ക്ക് പോരല്ലോ, ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി വാങ്ങിച്ചു തരണ്ടേ. ഇവർക്ക് ഈ മുടിക്ക് 5000 രൂപ, സരിതരം മുടിക്ക് 5000 രൂപ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അത്രയ്ക്ക് വില വരില്ല ഒരു ഫുഡ് വാങ്ങിക്കാനായിട്ട്. 150 രൂപ ഫുഡ് വാങ്ങിക്കും. അതന്നെ, അത് വാങ്ങിക്കായിരുന്നില്ല. അല്ല, അടുത്ത റിയാസ്. ഇതിപ്പോൾ കാണുമ്പോൾ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്ക എന്ന സിനിമയിലെ KPS ലളിത, കലാരഞ്ജനി, ബിന്ദു പണിക്കർ എന്നിവരെയാണ് ഓർമ്മ വരുന്നത്. അതിൽ നഗ്മ വരുന്നു, ഇതിൽ കല്യാണം വരുന്നു എന്ന വ്യത്യാസം മാത്രം. ഇവരെ ഒരുക്കം ഇങ്ങോട്ട് കാണുമ്പോൾ അതുപോലെ തന്നെയാണ് തോന്നുന്നത് നമുക്ക്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം ചേച്ചി പറയാം, അവര് കല്യാണം വീട്ടിൽ വരുന്ന വെച്ചിട്ട് വീട്ടുകൾക്ക് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ പ്രാന്തായോ എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവുന്നു. സീമ ചേച്ചി പറയാം. ആദർശ് പണിക്കർ. അജുവേട്ടാ നമസ്കാരം, നമ്മളെയൊക്കെ മറന്നോ? 3 പേരും അത്യധികം സുന്ദരിമാരായിട്ടുണ്ട്. അജുവേട്ടൻ്റെ ഹെയർ സ്റ്റൈൽ ഉഗ്രൻ, മുടി കൂടിയതുപോലെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോകൾ കണ്ടു തുടങ്ങിയാണ്. കണ്ണിനൊരു ചികിത്സയുമായി കുറച്ച് തിരക്കിലായിപ്പോയി. ഇപ്പോൾ എല്ലാം ഭേദമായി വരുന്നു. വീഡിയോകൾ കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമവും ഉണ്ടായിരുന്നു. ഫോൺ നോക്കരുതെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞു. ഇല്ലെങ്കിൽ അവിടേക്ക് ചെല്ലണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയ്യോ, കണ്ണിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും നോക്കല്ല കേട്ടോ ഫോണിൽ. ഫോൺ, TV, അതുപോലെ വെളിച്ചം വരെ കണ്ണിലേക്ക് അടിക്കുന്ന സ്ഥലത്തേക്ക്. ഈ വീഡിയോകൾ ഇതിൽ എടുക്കുന്നുണ്ടാവും, എപ്പോൾ വേണമെങ്കിലും കണ്ടാൽ മതി. ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്നും വീഡിയോ ഇടണ കാരണം ആരോഗ്യം ഉണ്ടാവട്ടെ. അതന്നെ, കാഴ്ചയാണ് വലുത്. എന്തായാലും മനോഹരം. കാഴ്ചകൾ ഇനിയും തുടരട്ടെ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹരമായ ഒരു ദൃശ്യവിരുന്നിനായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. കുട്ടൻ കൃഷ്ണ. സരിതയുടെ സൈഡിലെ ക്ലിപ്പ് മാറ്റിയിട്ട് ചെമ്പരത്തിപ്പൂ വയ്ക്കുന്നത് നന്നാവും. അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒരു വീഡിയോൻ്റെ ഇടയിൽ. അതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. അതായത് സരിതയെ നമ്മുടെ ശശിനെ അനുകരിക്കുന്നത്. ശശി ഇങ്ങനെയുണ്ട് വന്നിട്ട് നടക്കണതില്ലേ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എന്റെ ഫോട്ടോത്തിനെ കുറിച്ച് പറയാൻ എന്തായിരുന്നു എനിക്ക്? അത് ഞാൻ ശശിയേട്ടനെ അനുകരിച്ച് കാണിച്ചത്. അല്ല, ചെമ്പരത്തി പൂ വെച്ച് കാണിച്ചു തരല്ലേ. ചെമ്പരത്തി പൂ വെച്ച് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഇല്ലേ, അതൊക്കെ പോയി. അതായത് ഫോട്ടോ അത് കാണിക്കണ്ടേ, നല്ല രസം നടത്താം. അത് വീഡിയോ ഇട്ടിട്ട് ചിരിക്കാണ്ട്. അടുത്ത് ഹർഷ സുഗുണൻ. സരിതയെ മോളുടെ ഭാഗ്യം ഇവിടെ കുടുംബത്തിൽ കൂടിയത്. തീർച്ചയായിട്ടും. അടുത്തത് ഹേമ മാലിനി. ഹേമ മാലിനി ചേച്ചി കുറേ ആടിനിടുന്നതിന് വരെ എഴുതിയിട്ടുണ്ട്. അജു ശരിക്കും ചോപ്പനാണ്, നേരിട്ട് കണ്ടാൽ അറിയാം. നേരിട്ട് കാണുമ്പോൾ അങ്ങനെയാ ചേട്ടൻ, ഈ കളറ് അല്ല, ഇതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കാണ് മുഖം. അടുത്തത് അടുത്തത് രാജൻ കുട്ടപ്പൻ. സരിതയെ തൃശ്ശൂർ ഭാഷയല്ല സ്ലാങ്. ഞാൻ ഇതിന് മുമ്പ് ഒരു കമൻ്റ് ഇട്ടിരുന്നു, അതിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു. തെറ്റുകൾ ആർക്കും പറ്റാം, പക്ഷെ അതറിയുന്ന ഒരാൾ പറയുമ്പോൾ അത് തിരുത്തുകയാണ് വേണ്ടത്. എന്തുട്ടാ കമൻറ്റ് ഡിലീറ്റ് ഞങ്ങൾ ചെയ്യാറില്ലല്ലോ. നമ്മൾ അത്രയ്ക്ക് ചീത്ത വിളിച്ച കമൻറ്റ് വരെയിൽ എടുക്കണ്ടോ? ചില കമൻറ്റ്സ് തന്നെ ഡിലീറ്റായി പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സ്പാമിലേക്ക് പോവാം, പറയാൻ പറ്റില്ല. അയ്യോ, എന്നൊരു കാലും ഒരു ഇത് കടിച്ചു ചേട്ടാ. മറ്റേ നമ്മുടെ കട്ടുറുമ്പ്. പൊള്ളിയ പോലെ പെട്ടെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ അത്രയ്ക്ക് ചീത്ത കളിക്കുന്ന കമൻറ്റുകൾ 500 കമൻറ്റ് 600 കമൻറ്റ് ഒക്കെ വായിച്ച് റിപ്ലൈ ഇടാൻ നേരം കിട്ടില്ലേ. പിന്നെയാണ് ഇത് നോക്കി ഓരോന്നിരുന്ന് നോക്കി ഇരുന്നിട്ട് നെഗറ്റീവ് വല്ലതും വരുന്നെങ്കിൽ മാച്ച് കളയായിരിക്കാൻ എവിടെ നിന്ന് നമുക്ക് സമയം. 2 ദിവസമായിട്ട് റിപ്ലൈ കൊടുക്കാൻ വരെ പറ്റിയിട്ടില്ല. എനിക്ക് സുഖമില്ലാത്ത കാരണം ഇന്നലെയൊക്കെ ഞാൻ മരുന്ന് കഴിച്ച് വേഗം കിടന്നു. അത് കാരണം ഇന്നലത്തെ വീഡിയോക്ക് ഞാൻ നോക്കിയിട്ട് എന്നില്ല. തൃശ്ശൂർ ഭാഷയല്ല സ്ലാങ്. അതെന്തൊട്ട് എനിക്ക് മനസ്സിലായില്ല, എന്തൊട്ട് ഉദ്ദേശിച്ചാണ്, ഏതാണ് നമ്മൾ പറഞ്ഞേക്കണം എന്തെങ്കിലും. നമ്മുടെ തൃശ്ശൂർ ഭാഷ കേൾക്കാൻ ആളുകൾ തൃശ്ശൂർ ഭാഷ കേൾക്കാൻ നമ്മൾ ആ വീഡിയോയിൽ അവിടെ നിന്നിട്ട് പറഞ്ഞില്ലേ ആളുകൾ. ചാത്തൻകോഴിയുടെ കാര്യം പറഞ്ഞതാണോ? അല്ലടി, അവിടെ ഈ തൃശ്ശൂർ ഭാഷയിൽ ചീത്ത പറയുന്നത് കേൾക്കാൻ ഒരാളുകൾക്ക് ഇഷ്ടമെന്ന് പറയില്ലേ. നീ പറഞ്ഞു കൊടുന്നില്ലേ ചീത്ത പറയണത് വരെ തൃശ്ശൂർക്കാര് ചീത്ത പറയണത് വരെ തമാശയല്ല പറയാ. അപ്പൊ നീ പറഞ്ഞില്ലേ ചില ക്രിസ്ത്യൻസ് പ്രായവര് വർത്താനൊക്കെ ഭയങ്കര രസമാണല്ലേ. അതാവും ചിലപ്പോ. അങ്ങനത്തെ എനിക്ക് അറിയില്ല, നമ്മള് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ എടുത്തു വെച്ചത് മാത്രം. അടുത്തത് വാലു പറമ്പൻ. വീണപ്പൂവിലെ വരികളല്ല, ഗാന്ധാരി വിലാപത്തിലെ വരികളാണെന്നത്.
വീണിതല്ലോ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണപ്പൂ എന്ന് പറഞ്ഞു. വീണിതല്ലോ കിടക്കുന്നു പറഞ്ഞു വീണപ്പൂ അഞ്ചു. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നത് രാജ്ഞി കണക്കേ നീ എന്ന് പറഞ്ഞിട്ടാണ് വീണപ്പൂവിലത്തെ വരികളില്ലേ. അജു മാത്രമല്ല മണ്ടത്തരം പറഞ്ഞത്, സരിതയും മണ്ടത്തരം പറഞ്ഞു തുടങ്ങി. തെറ്റാർക്കും പറ്റില്ല ചേട്ടാ, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണോ? നമ്മുടെ വായിലും തെറ്റുകൾ വരില്ലേ? അപ്പോൾ അത് തിരുത്തി തരാൻ നിങ്ങളെപ്പോലുള്ള ഭയങ്കര കഴിവുള്ള ആളുകളില്ലേ? ഇപ്പം ഞാൻ അങ്ങനെ തെറ്റ് പറഞ്ഞുകൊണ്ടല്ലേ ചേട്ടൻ ഈ കമൻ്റ് ഇടാൻ പറ്റിയത്? അങ്ങനെ വിചാരിക്കൂ. നമ്മൾ ആ തെറ്റിനെ തീർച്ചയായിട്ടും ഇതാക്കുന്നു. ആ വീഡിയോ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും രാജലക്ഷ്മി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു, സരിത അത് വീണ പൂവിലത്തെ അല്ല ഗാന്ധാരി വിലാപം എന്ന് പറഞ്ഞതിലത്തെ വരികയെന്ന് പറഞ്ഞിട്ട് ആളതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ആ കവിതേരെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിൽ തിരുത്താൻ പറ്റില്ല, പിന്നെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് പോയില്ലേ. അതെ. അടുത്ത് സോണി ജി. ഹായ് സരിത അജു. സത്യം പറഞ്ഞാൽ അജുവിനെ ഒന്നും പറയണ്ട. ചെറുപ്പത്തിൽ കാണാൻ അഴകുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ മിക്ക ആളുകളും അത്ര ഗുഡ് ലുക്കിംഗ് ആയിരിക്കില്ല. ചെറുപ്പത്തിൽ കാണാൻ വലിയ ഗുമ്മൊന്നും ഇല്ലാത്തവർ നേരെ മറിച്ചു. ഞാൻ നിങ്ങളുടെ 6 Brothers in 1 Compound എന്ന ജഗ്ഗൂസ് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ വീണ്ടും കാണുകയുണ്ടായി. അജുവും സരിതയും ഇപ്പോൾ 5 years ബാക്കിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് ശരിയാ. നമ്മുടെ പണ്ടത്തെ വീഡിയോകൾ എടുത്ത് നോക്കുമ്പോൾ ഇത്തേനേക്കാളും നമ്മൾ ചേട്ടന് എനിക്ക് തോന്നുന്നു വലിയ മാറ്റം. ചാടി കളിക്കുക. ചേട്ടന് വലിയ മാറ്റം തോന്നില്ല. ചേട്ടൻ അന്നത്തേലും നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ടത്തേലും ഇത്തിരി കൂടി ഭംഗി കൂടുതൽ തോന്നിക്കുന്നുണ്ട്. കാരണം നല്ല തിക്കായിട്ട് മുടിയുണ്ട് ചേട്ടന് മുന്നത്തെ വീഡിയോകൾ നോക്കുമ്പോൾ അല്ലേ. മുടി കൂടുതലായിരുന്നു. ഭംഗിക്ക് കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ നല്ല മാറ്റം, എനിക്കും ചെങ്കുനും നല്ല മാറ്റമുണ്ട്. അടുത്തത് റിയാസ്. അജു തൻ്റെ സൗന്ദര്യം വിവരിച്ച് പഴയ കഥ പറയാൻ തുടങ്ങി. സരിതയെ ഞാൻ പണ്ട് പുറത്തിറങ്ങിയാൽ തട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ അവിടെയും ഇവിടെയും പാത്ത് നിന്നിട്ടുണ്ടാവും. പിന്നെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും എൻ്റെ തലയിൽ തോർത്തിട്ട് മുഖം മൂടിയിട്ടാണ് കൊണ്ടുപോവുക. എന്നെ കണ്ടിട്ട് പലരും ബ്രിട്ടീഷുകാരനെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരുപാട് തവണ ശപിച്ചിട്ടുണ്ട്. അതായത് ഈശ്വര പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന് പറഞ്ഞു. എന്തിന് എനിക്കിത്ര സൗന്ദര്യം തന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദൈവത്തിന് മനസ്സലിഞ്ഞു എൻ്റെ സൗന്ദര്യം കുറച്ച് ഈ കോലത്തിലാക്കി തന്നു. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് വായിക്കണത്. അടുത്ത ഗിരിജ. ഇങ്ങനെയല്ല മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നത്. ഇഡ്ഡലിത്തട്ടിൽ വെച്ച് മുറിച്ചിട്ട് പുഴുങ്ങണം. ഉള്ള പോഷകഗുണം മുഴുവൻ വെള്ളത്തിൽ. അത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. പുഴുങ്ങാനെ പറഞ്ഞോണ്ട് ഇഡ്ഡലി ചെമ്പിലിട്ട് പുഴുങ്ങാൻ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട് വെള്ളത്തിലിട്ടിട്ടുള്ള ആവിമല പുഴുങ്ങും. ഇനി നമുക്ക് ഇനിയും പുഴുങ്ങാണ്ടല്ലോ. അടുത്തത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലിട്ട് പുഴുങ്ങിയിട്ട് അത് എങ്ങനെയിട്ട് നോക്കാം മധുരം. അടുത്ത് ഇന്ദിര KR. ഇണയും തുണയുമായി അജു കൂടെയുള്ളപ്പോൾ സരിത ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്ന പോലെ സരിതയുടെ കൂടെ കൂടി അജു നന്നായി പാടുന്നുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ നിറം കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ കളറിലുള്ള കിഴങ്ങിനാണ് ഗുണം കൂടുതൽ എന്നാണ് ഒരു വീഡിയോയിൽ കണ്ടത്. ഒരു പോസിറ്റീവായ മറുപടി തന്നെ ഡോക്ടറിൽ നിന്ന് കേൾക്കാൻ കഴിയട്ടെ സരിതയെ. ഗോഡ് ബ്ലസ് യു. ഈ ചിലപ്പോൾ ഈ മധുരക്കിഴങ്ങിന് നമ്മുടെ വീട്ടിലും കൂടുതൽ ഇതിനാണോ? പക്ഷെ മധുരം എന്ന് പറയുന്ന സാധനം ഇല്ല. അല്ല, മധുരം അത് പറയുന്നുണ്ട്. കുറച്ച് ദിവസം അത് വെയിൽ കൊണ്ടിട്ട് ആ മണ്ണോട് കൂടിയിട്ട് അങ്ങനെ കിടക്കണം. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുഴുങ്ങുമ്പോൾ മധുരം കിട്ടുന്നത് എന്ന് പറയുന്നു. അപ്പം ഇനിയുള്ളത് കുറച്ച് ദിവസം കഴിയട്ടല്ലേ, ഇരിക്കട്ടെ, നോക്കട്ടെ. അടുത്ത ഭാരതി ആനന്ദ്. ഒരു കമൻ്റ് ഇട്ട് ബാക്കി കണ്ടപ്പോൾ വീണ്ടും ഒന്നുകൂടി ഇടാൻ തോന്നി. സരിതയുടെ പാട്ട് സൂപ്പർ. പിന്നെ സിനിമയുടെ കഥയും അതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരുടെയും തമാശ വഴക്ക് ഒത്തിരി ഇഷ്ടമായി. പാവം അജു സത്യസന്ധമായി 11 വയസ്സിലെ കാര്യം പറഞ്ഞ് സരിത ഇങ്ങനെയൊക്കെ ഒരു വിഷയമാക്കുമെന്ന് വിചാരിച്ചു കാണില്ല. 1981 11 വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടി തന്നെയാണ്, ഒന്നും അറിയില്ല. പാവം അജു. അജുവിനെ കാണാൻ ഇപ്പോഴും നല്ല ഭംഗിയുണ്ടല്ലോ. മധുരക്കിഴങ്ങിൽ ഒരിത്തിരി ഉപ്പിട്ട് പുഴുങ്ങാമായിരുന്നില്ലേ? ചുട്ടു തിന്നുന്നത് നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടോ. അടുത്തത് ഗിരിപ്രസാദ്. സരിതയെ പാട്ട് സൂപ്പർ. അജു നന്നായി പാടി. മഞ്ഞിൽ വിരിഞ്ഞ സിനിമയും കണ്ട് എൻ്റെ കുഞ്ഞു മനസ്സിലും അനുരാഗത്തിൻ്റെ തീക്കനൽ വാരി വിതറി. അടുത്ത വീട്ടിലെ ഗീതയെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങി. എൻ്റെ പ്രേമം എൻ്റെ വയസ്സ് പോലെ പ്രേമത്തിൻ്റെ അളവും കൂടി. അങ്ങനെ കർക്കടവും ചിങ്ങവും മേടവും മിഥുനവും കടന്ന് എൻ്റെ ജന്മദിനങ്ങളും കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു എൻ്റെ പ്രേമവും. അങ്ങനെ ഒരു ദിവസം ഗീതയുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കൂട്ടം ആളുകൾ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഗീതയുടെ വീട്ടിൽ പോകുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അവിടെ എന്താ വിശേഷം? അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ മിന്നൽ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് ഗീതയുടെ ജാതകം കൊടുക്കലാണെന്ന്. ഞാൻ നിന്ന സ്ഥലത്തുനിന്ന് ഭൂമി പിളർന്നു പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ആരും കാണാതെ തേങ്ങി തേങ്ങി കരഞ്ഞു. അച്ഛൻ വരുന്നതിൻ്റെ മുന്നേ കരഞ്ഞു തീർത്തില്ലെങ്കിൽ കാരണം ചോദിച്ച് പ്രേമിച്ചതിന്
കാരണം ചോദിച്ച് പ്രേമിച്ചതിന് എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അടി വേറെ. എന്ത് ചെയ്യാം, ഒരു മേടത്തിൽ ഗീതയുടെ കല്യാണം, ഞാനും പോയി ആ കല്യാണം കണ്ടു, സദ്യയും ഉണ്ടു. പക്ഷെ ഗീതയ്ക്ക് ഇതുവരെയും ഞാൻ പ്രേമിച്ചിരുന്ന കാര്യം അറിയില്ല. അടിപൊളി. ഈ വീഡിയോ അങ്ങനെ ഗീത കാണുന്നുണ്ടെങ്കിലോ ഗിരിപ്രസാദ് ചേട്ടാ, ആ കുടുംബവും കലങ്ങും, നിങ്ങളുടെ കുടുംബവും കലങ്ങും. നിങ്ങളുടെ ഭാര്യ ഇത് കാണില്ലേ? ഇത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാത്ത വേറെ ഒരു കഥ. ഈ ഞായറാഴ്ച നിങ്ങൾ ഈ കമൻറ്റ് വായിക്കുമോ എന്നറിയില്ല. എന്തായാലും ഞായറാഴ്ച അവൾക്ക് അവളുടെ വീട്ടിൽ പോയി അമ്മയെ കാണാൻ ഞാൻ ഒരു അവസരം കൊടുക്കും. പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഭാര്യ ഞായറാഴ്ച ഭാര്യയുടെ വീട്ടിലേക്ക് പോയാൽ ചേട്ടൻ്റെ ഭാഗ്യം. ശ്രീദേവി സുരേഷ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കല്യാണത്തിന് മുന്നൊക്കെ പ്രേമിച്ചതിനൊക്കെ എന്തിട്ട് കുഴപ്പം? പ്രേമം തോന്നണമല്ലോ നമുക്ക്. എന്താ പറയാ, ലോകത്തിലത്തെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഈ പ്രണയം. അത് തോന്നിയില്ലെങ്കിൽ എന്തിനു കൊള്ളാം പിന്നെ മനുഷ്യനല്ലേ? ഇത്രയധികം ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിച്ചതിൽ നമ്മളല്ലേ, മനുഷ്യന്മാർക്കല്ലേ പ്രണയമൊക്കെ ഉള്ളത്? അല്ലേ? കോഴികളൊക്കെ പ്രണയിക്കില്ലേ? മാത്രം കിട്ടുള്ളൂ ചേട്ടന് ഉപമിക്ക്. നമ്മളെ പിന്നിൽ കോഴികളാണ്, കോഴിക്കൂട്ടലല്ലേ, അപ്പൊ അതല്ലേ പറയാൻ പറ്റുന്നത്. പക്ഷെ അതിനെ മനോഹരമായിട്ട് ആസ്വദിക്കുന്നത് മനുഷ്യനാ, ബാക്കി ജീവജാലങ്ങൾ. കോഴിച്ചാത്ത പ്രതിഷേധം അറിയിക്കുന്നു. ഞാനത് ഒരു കാര്യം പറയാം. അല്ല, പെട്ടെന്ന് ആലോചിച്ചില്ല. അലീക്ക മലപ്പുറം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയേ, അലീക്കനെ പറയണെന്ന് പറഞ്ഞിട്ട് ഞാനത് പറയാം. എന്റെ കമന്റ് വായിക്കണം എന്ന് പറയാം. ആള് കമന്റ് ഒന്നും ഇടില്ല. അലീക്ക മലപ്പുറം എന്റെ കമന്റ് വായിക്കണം, ഇത്രയാണ് ആളെ എഴുതാം. പിന്നെ അപ്പൊ നമ്മൾ തൊട്ട് വായിക്കുക. അപ്പൊ ഞാൻ മറക്കാൻ വേണ്ടി പെട്ടെന്ന് ആലോചിച്ച് പെട്ടെന്ന് പറഞ്ഞത് അതിന്റെ ഒപ്പം. അടുത്ത ശ്രീദേവി സുരേഷ്, സരിതക്കുട്ടിയുടെ പാട്ട് സൂപ്പർ. മധുരക്കിഴങ്ങ് ആവിയിൽ വേണം വേവിക്കാൻ, വെള്ളത്തിലല്ല. ചേട്ടന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണാൻ കാത്തിരിക്കുന്നു. ജഗ്ഗൂട്ടനും നല്ല സുന്ദരക്കുട്ടനാണല്ലോ, അച്ഛനും അതുപോലെ തന്നെ ആയിരിക്കണം. സരിത സുന്ദരി മണിയാണ്. റെജി രാജൻ, പാട്ട് സൂപ്പർ. എൻ്റെ ഒരു സംശയം, നിങ്ങൾ അച്ചടി ഭാഷയിൽ തന്നെയാണല്ലോ പാട്ട് പാടുന്നത്, അപ്പോൾ പിന്നെ എന്തിനാണ് തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്നത്? ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ സംസാര ഭാഷയിൽ തന്നെ സംസാരിച്ചൂടെ? അതെങ്ങനെ പറ്റാ ചേട്ടാ? നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേട്ട് നമ്മൾ ശീലിച്ച ഭാഷയല്ല ഇത്. ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുക? ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ഈ പാട്ട് പാടായാലും അതിങ്ങനെ തന്നെ പാടണമല്ലോ, ഇതുപോലെ തന്നെ പാടണ്ടേ? അയാളുടെ ഭാഷയിൽ പാടാൻ പറ്റും. ഒരു പാട്ട് നമ്മൾ പാടുമ്പോൾ, നമ്മൾ ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെയല്ല പാടാം. പാട്ട് അങ്ങനെ തന്നെ എങ്ങനെയാണോ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരാളത് എഴുതി ഒരാൾ ഈണം കൊടുത്ത് ചിട്ടപ്പെടുത്തി അതിനെ അതിൻ്റെ രീതിയിലാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മളതുപോലെ പാടുന്നു. നമ്മുടെ ഭാഷ എന്ന് പറയണത് നമ്മൾ കേട്ട് വളർന്ന് ശീലിച്ച ഭാഷയല്ലേ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു സുപ്രഭാതത്തിൽ തൃശ്ശൂർ ഭാഷയാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഷ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവും അല്ലേ? അടുത്തത് ജോസഫ് കോ, പൊന്നൂക്കര എവിടെയാണ് അമ്മ വീട്? എൻ്റെ വീട് പൊന്നൂക്കര സ്കൂളിൻ്റെ അടുത്താണ്. വീട്ടുപേര് പറയാമോ? പുന്നക്കുടി അമ്മേരെ വീട്ടും പേര്. ആ സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഇറക്കിറങ്ങിയിട്ടാണ് ലെഫ്റ്റ് സൈഡ്, കുറച്ചാണ് നീ കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ മതി. അടുത്തത് ഷനോജ് കൗസ്തുഭം, കമൻ്റ് ഇടാൻ തോന്നും വീഡിയോ കാണുമ്പോൾ. നന്നായി പാടി. നമ്മൾ വീട്ടിലുള്ളവരോട് പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക്, അതുകൊണ്ടാണ് കമൻറ്റ് കുത്തിപ്പിടിച്ചിടുന്നത്. എന്തേ അങ്ങനെ പറഞ്ഞേ? അടുത്തത് ആര്യ, എനിക്ക് തൃശ്ശൂർ വെള്ളാങ്കല്ലൂരിൽ ഒരു കുട്ടിയുമായി ഇഷ്ടമുണ്ടായിരുന്നു. ലാൻഡ് ഫോണിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അവൾ എന്താ പറയുന്നതെന്ന് എനിക്കൊരു തേങ്ങയും മനസ്സിലാവില്ല. സ്പീഡും ആ സ്ലാങ്ങും. ഞാൻ കൊല്ലമാണ്. അപ്പം ആര്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ കമൻ്റ് ഇട്ടാണെന്ന്, ആൺകുട്ടിയാണ് കമൻ്റ് ഇട്ടാണ് കേട്ടാ. ഇത് ഒരു മലബാറി കപ്പിൾസ് അങ്ങനെ എന്തോ ഒരു ചാനലില്ലേ, ദിനേശ് ചേട്ടനും അവരിന്നിട്ട് ദിനേശൻ തൃശ്ശൂരും എൻ്റെ ഭാര്യ കണ്ണൂക്കാരിയായിട്ടുള്ള പ്രണയം, ഫോണിൽ കൂടെയുള്ള സംഭാഷണം. ഭയങ്കര രസാ വീഡിയോ അവരുടെ. കേട്ടിട്ടില്ലേ ചേട്ടൻ? അവരൊരു ചാനലുണ്ട്. അവരുടെ ചാനലിൻ്റെ പേരുന്നുണ്ട് ദൈവമേ, മലബാർ കഫേ എന്നാ, മലബാർ ഈ കപ്പിൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസാട്ടത്. അടുത്ത ഉല്ലാസൻ, സരിതക്കുട്ടിയുടെ പാട്ട് കേട്ടപ്പോൾ ഞാൻ ആ സിനിമ കാണാൻ പോയ കാര്യം ഓർത്തുപോയി. പൂർണിമ ജയറാം, മോഹൻലാൽ, ശങ്കർ ഇവരുടെ ഒന്നിച്ചുള്ള സിനിമ ഇന്നും ഒരുപാട് ഓർമ്മയിലുണ്ട്. ആ പടം റിലീസ് ആകുമ്പോൾ സരിതയൊന്നും ജനിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 81-ലല്ല പടം തുടങ്ങി, 80-ലാണ് ഇറങ്ങിയത്. ഞാൻ 82-ലാണ് ജനിച്ചത്. വിനിയസ് കുമാർ, സൗന്ദര്യം വർദ്ധിക്കും, മധുരക്കിഴങ്ങ് തിന്ന കേട്ടോ. നീ ഒരു പാട്ട് പാടറി അജു
അടിപൊളി പ്രോത്സാഹനം. ആസ്വാദനവും സൂപ്പർ. തലയൊക്കെ ആട്ടി ആട്ടി എനിക്ക് ചെവി ആട്ടി നിൽക്കുന്ന ഒരു ആനക്കുട്ടി ഓർമ്മ വന്നു. 11 വയസ്സിലെ ഓർമ്മ. കൊച്ചു കള്ളൻ ഇപ്പോഴും ഉണ്ട് ആ ഒരു ഓമനത്വം. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. അങ്ങനെ അജുവിനെ ഫ്ലാറ്റ് ആക്കാൻ നോക്കണ്ട. അജുവിൻ്റെ മാത്രമല്ല സരിതയുടെയും 10 വയസ്സിലെ ഫോട്ടോ കാണിച്ച് ധൈര്യമുണ്ടെങ്കിൽ കമ്പയർ ചെയ്യും. ആരുടെ കോലമാണ് നല്ലത് എന്ന് നോക്കാലോ. ഒരു 11 വയസ്സ് 10, 11, 12 വയസ്സ് വരെ ഒക്കെ എന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നല്ല വെളുത്ത് നല്ല തുടുത്തിട്ടായിരുന്നു അവിടെ നിന്ന്. ഉണ്ടക്കുട്ടിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ശോഷിച്ചു. പിന്നെ എൻ്റെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല. ഭയങ്കര ബോറാ എൻ്റെ ഫോട്ടോ. കാരണം അവിടെ നിന്ന് പിന്നെ ഹൈറ്റ് വെച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ കുട്ടിയായിട്ട് ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ഹൈറ്റ് വയ്ക്കുമല്ലോ. ആ ഹൈറ്റ് വെച്ചപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അധികം ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ശോഷിച്ചിട്ട് ഇരുന്ന് തുടങ്ങി. വണ്ണം ഭയങ്കര കുറവായിരുന്നു. അടുത്തത് ദിവ്യ. മധുരക്കിഴങ്ങ് എല്ലാ വിറ്റാമിൻസിൻ്റെയും കലവറയാണ്. ബയോട്ടിനെല്ലാം ഉണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കപ്പ, മധുരക്കിഴങ്ങ്, കൂർക്ക, വാഴയ്ക്ക, ചേന, ചെറുപയർ എല്ലാം കൂടി പുഴുക്കായിട്ട് വെക്കാറുണ്ട്. ആദ്യമൊന്നും മോൾക്ക് ഇഷ്ടമായില്ല, ഇപ്പോൾ സെറ്റായി. അജുവേട്ടൻ്റെ പാടറി കേൾക്കാനും ഒരു രസമുണ്ട്. മഞ്ഞ ഡ്രസ്സ് ഇട്ട് മഞ്ഞണിക്കൊമ്പിൽ പാടിയ സരിത സൂപ്പർ. അജുവേട്ടനെ നോക്കാനും ആളുണ്ട് കേട്ടോ സരിത. ഏട്ടൻ പറയുമ്പോൾ സരിതയുടെ ആ മൂളൽ അടിപൊളി. അജുവേട്ടൻ പറയുന്ന ഓരോ കൊല്ലവും മാറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം. അജുവേട്ടനുണ്ടോ സരിതേ? എന്നാലും അജുവേട്ടൻ്റെ ഒരു നാണവും എല്ലാം കൂടി നല്ല വ്ളോഗായിരുന്നു കേട്ടോ. എന്നാൽ അജുവേട്ടനെ എടുത്ത് നടക്കാനും ഒത്തിരി ചേച്ചിമാരുണ്ടായിരുന്നു അല്ലേ കൊച്ചു കള്ളൻ. ചെറുപ്പകാലങ്ങളിലെ ഓരോ കാര്യങ്ങളും മറക്കാൻ പറ്റില്ല. അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. അടുത്തത് അടിക ശ്രീ സായി SK PCB. സുജിത് ചന്ദ്രനാണ് കേട്ടോ. അല്ലൻ ചേട്ടനെ അയൽവക്കത്തെ ചേച്ചിമാരൊക്കത്തെ എടുത്തുകൊണ്ട് നടക്കുന്ന അജുവേട്ടൻ കണ്ടിട്ടുണ്ട്. UDC ചുമ്മാ വാദിക്കരുത്. ഡിനോസറിൻ്റെ ഫോട്ടോ കിട്ടിയാൽ അത് ഒറിജിനലാണെന്ന് പറയുന്ന ആളോട് ആ കളി അല്ല. പിന്നെ അച്ഛനമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഉദ്ദേശിച്ചത് അത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീഡിയോ പറഞ്ഞ അച്ഛനമ്മയും പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വസന്ത പങ്കജ്. നിങ്ങൾ ഇത്തവണ ഒരു പരീക്ഷണം നടത്തിയതാണല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അടുത്ത തവണ ശ്രദ്ധയോടെ പരിചരിച്ചാൽ ചാക്കണക്കിന് മധുരക്കിഴങ്ങ് പറിക്കാം. അത് അജുവിന് സാധിക്കും, ഉറപ്പാണ്. സരിതക്കുട്ടി പാട്ട് വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു പാട്ട് ടീച്ചർ അടുത്ത് കുറച്ച് നാൾ പാട്ട് പഠിക്കാൻ പോകാമായിരുന്നില്ലേ? പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വളരെ കഴിവുള്ള കുട്ടിയാണ് സരിത. ഒന്ന് ശ്രമിക്കൂ. അടുത്തത് കഴിവുണ്ട് പോണ്ടേ പാട്ട് പഠിക്കാനായിട്ട്. എനിക്കിപ്പോൾ പാട്ട് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഡാൻസ് പഠിക്കാനാണ് തോന്നുന്നത്. ഡാൻസ് പഠിക്കണം എന്നൊരാഗ്രഹം. അടുത്ത് സ്വപ്ന സിജി. സരിത പാട്ട് അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഈ പാട്ട് പാടിയതിൽ ഒരുപാട് സന്തോഷം. സരിതയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു മുത്തം തരുന്നു. അജു താങ്ക്സ്. അജു ഒരു പാട്ട് പാടൂ സരിതേ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ സരിത ഈ പാട്ട് പാടിയത്. സരിത സ്കൂളിൽ പഠിക്കാൻ നടന്നു പോകുന്ന പോലെ ഞാനും 4 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയത്. അതൊക്കെ ഒരു കാലം. എന്ത് രസമായിരുന്നു ആ പഴയകാല ഓർമ്മകൾ. മിക്കപ്പോഴും ചുമ്മാതിരിക്കുമ്പോൾ ഓർക്കും പഴയകാലം മതിയായിരുന്നു എന്ന്. കാലം മാറുമ്പോൾ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് മാറണമല്ലോ അല്ലേ? അജു, സരിത, ജഗ്ഗു ഒരുപാട് ഇഷ്ടത്തോടെ. 4 കിലോമീറ്റർ നടന്നിട്ടല്ലേ സ്കൂളിൽ പോയി കിടന്നല്ലേ. പക്ഷെ അത്രയ്ക്കധികം പുസ്തകങ്ങൾ ഉണ്ടാവില്ലല്ലേ. ബാഗ് നല്ല വെയിറ്റില്ലേ, ഇത്ര കട്ടി. മാത്സ് ടെസ്റ്റ് ഇത്ര കട്ടി അതുണ്ടാവും. സയൻസ് സോഷ്യൽ ഇത്ര ഉണ്ടാവും. കാരണം സയൻസിൽ 3 എണ്ണം ഉണ്ടാവുമല്ലോ. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും അതിൽ തന്നെയാവും. ഫിസിക്സ് ഉള്ള ദിവസമായാലും നമ്മൾ ഈ ബുക്ക് കൊണ്ടുപോകണല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടി എല്ലാം വേറെ വേറെ ആക്കി. അന്ന് റേറ്റ് കൂടുതലായിരുന്നു ഇപ്പോഴത്തേനേക്കാളും. നോട്ട് ബുക്കുകളും ഒക്കെ കൂടി 7 പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 7 പുസ്തകം ഉണ്ടാവില്ലേ, 7 ടെക്സ്റ്റ്, 7 നോട്ടും, റഫ് ബുക്ക്, അതൊക്കെ. പിന്നെ ചോറും പാത്രം, വെള്ളം കുപ്പി എല്ലാം കൂടിയിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 2 കിലോമീറ്റർ ഉണ്ട്. 2.5 കിലോമീറ്റർ ഉണ്ട്. അത്ര ഉള്ളൂ സ്കൂളിലേക്ക്. അടുത്ത ദിവ്യ. എനിക്ക് കുറേ വഴി തോന്നുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വന്നിട്ട് എനിക്ക് ആ പള്ളിയിലതി കൂടെ ഇങ്ങനെ ഇറങ്ങി നേരെ നടന്ന് എന്തോരം വഴിയാ ശക്തൻ്റെ അവിടെ വരെ. ഒരു ശക്തൻ്റെ അവിടെ പിന്നെ മിഷ്യൻ കോട്ടേഴ്സ് ആ വഴിക്ക് അങ്ങനെ പോയിട്ട് പിന്നെ വളഞ്ഞെത്തണ്ടേ. അത് വെറും 2.5 കിലോമീറ്റർ നോക്കാം. അടുത്തത് ദിവ്യാനിൽ. നാഗവല്ലി ആഭരണം കണ്ട പോലെയായി അജുയേട്ടൻ ഓരോ മധുരക്കിഴങ്ങ് കാണുമ്പോഴും. ഒരുപാട് സന്തോഷം. അല്ലെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് കിട്ടുന്നതിന് ടേസ്റ്റ് കൂടും. അടുത്തത് പ്രേമ മലയത്ത്. സരിതേ എന്നും ഓരോ പാട്ടും ഇതായിക്കോട്ടെ. ദാരിദ്ര്യം പിടിച്ച പെൺപിള്ളേർ. എന്തൊക്കെ പെറ്റ് ഓമന പേരാ അജുവിന്. ഒരു ഫോട്ടോ കാണിക്കാൻ പെട്ട പാട്. അജു സുന്ദരനാണ് കേട്ടോ ഇപ്പോഴും. അടുത്തത് നിള.
അത് ചേട്ടാ സരിതേച്ചി നാളെ ഡിസംബർ 7 കൊടകര ഷഷ്ടിയാണ് വരൂട്ടോ. ഇന്ന് കൊടകര ഷഷ്ടിയാണ്, പോകാൻ പറ്റില്ല. സരിതിക്ക് വേണ്ട ഒരു ഉഷാറില്ലായ്മ. പിന്നെ ജഗുവിനാണ് SPC ഉണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നിട്ടില്ല ഇതുവരെ ജഗു. ഇവിടേക്ക് പോയേക്കാ. ഇവിടെ അരുവിമംഗല ഷഷ്ടിയുണ്ട്, കൊടകര ഷഷ്ടിയുണ്ട്, 2 സ്ഥലത്തും അവിടെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് കൊട്ട് കേൾക്കാം. അയ്യോ, കണ്ണു കളയാവോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലത്തിൽ, നാങ്കുളം അമ്പലത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിൽ ഈ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് സിനിമാ നടൻ്റെ പേര് എന്ന് പറഞ്ഞത് വിനീത് വിശ്വ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ നടനാണ്. അത് സ്കൂൾ മാഷ്, സ്കൂളല്ല കോളേജിലത്തെ പ്രൊഫസറാണ്. ശരണ്യനെ ലൈൻ അടിക്കണ അരുൺ സാറില്ലേ, ആള് പടം ദിനങ്ങളിലൊക്കെ ഉണ്ട് ആള്. അതിൽ പങ്കെടുക്കുന്നത് കാണാനൊക്കെ ഞങ്ങൾക്ക് പറ്റും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളും അതിൽ ഭാഗമാകുന്നു. വലിയൊരു ഫ്ലക്സ് വണ്ടൻ വലിയൊരു ബോർഡ് മറ്റേ അടിപ്പാതര അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദുബായിൽ നിന്നൊക്കെ കുറേ പേര് എനിക്ക് അതൊക്കെ അയച്ചു തന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളത് കണ്ടില്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ജഗു ഇങ്ങോട്ട് വാ. ജഗുവിന് ഇന്ന് SPC ഉണ്ടായിരുന്നു തൃശ്ശൂർ. ഇടുവാ ജില്ലാ ആശുപത്രിയിലേക്ക് ഭക്ഷണം കൊടുക്കാൻ. ഒരു മിനിറ്റ്, വയ്യാണ്ടായിട്ട് വരണുണ്ണി. ഇടുവാ. അപ്പോൾ ജഗു ജില്ലാ ആശുപത്രിയിൽ ഇവർക്ക് ഭക്ഷണം, പാവപ്പെട്ട ഭക്ഷണം കൊടുക്കലായിരുന്നു, ഇവരുടെ വകയായിരുന്നു. അവരെ പൈസ കൊണ്ടുപോകാൻ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കൊടുത്താ നീ കഴിച്ചാ? എന്താ ഉച്ചക്ക് ചോറ് കൊണ്ടുപോയി കഴിച്ചിട്ടുള്ള, വേറെ ഒന്നും കഴിച്ചിട്ടില്ലേ? നമുക്ക് നിർത്താം. ജഗ്ഗുവിന് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് പോട്ടെ കുളിച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.